തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയുടെ ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾക്ക് വഴി തുറക്കുന്ന തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. തലശ്ശേരിയുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ഇത് ഭാവിയിൽ തലശ്ശേരിയുടെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുമെന്നും സ്പീക്കർ പറഞ്ഞു. കിഫ്ബിയിൽ നിന്നും 36.27 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തലശ്ശേരി ബസാറിലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി 1910 നിർമ്മിച്ച ചരിത്രപ്രധാനമായ നിർമ്മിതിയായ തലശ്ശേരി കടൽപ്പാലം നിലനിർത്തുന്നതിനും അതിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കുന്നതിനും ഇതിലൂടെ കടൽപ്പാലത്തെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. സാധാരണക്കാരായ മനുഷ്യർ വൈകുന്നേരങ്ങൾ ഉല്ലസിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ കടലോര കേന്ദ്രമാക്കി ഇത് മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായാണ് ഈ വലതുഭാഗത്ത് കിടക്കുന്ന, ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് കിടക്കുന്ന ഈ വാക്ക്വേ കൂടി നിർമ്മിക്കാൻ വേണ്ടി സാസ്കി ഫണ്ടിൽ ഏതാണ്ട് 5 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. തലശ്ശേരി വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. തലശ്ശേരിയിലെ ഈ പറയുന്ന വാക്ക്വേ കൂടി വരും. ഇപ്പം തന്നെ വലിയ ആളുകളാണ്. ഇപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഫുട്ഫോൾ ഇവിടെ ഉണ്ട്. ആയിരക്കണക്കിന് ഫുട്ഫോളാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി നമ്മുടെ ഈ കടലോരം മാറിയിട്ടുണ്ട്. അതിനിയും മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൽ രാഷ്ട്രീയത്തിനൊപ്പം, ഇത് രാഷ്ട്രീയമല്ല, ഇത് വികസനമാണ്. വികസനത്തിൽ രാഷ്ട്രീയമില്ല. ജവഹർ ഘട്ടിൽ നടന്ന പരിപാടിയിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി നഗരസഭാ കൌൺസിലർമാരായ ഷഹാനസ് മൻസൂർ, TM റുക്സാന, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ DV പ്രഭാത്, ടൂറിസം വകുപ്പ് ATI KC ശ്രീനിവാസൻ, MS നിഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.